PMC പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നുവെന്ന നയപരമായ തീരുമാനം UDF സമിതി തീരുമാനിച്ച കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയുമുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പുറമെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുന്ന നിലയാണ് ഉണ്ടായത്. എന്താണ് ഇതിനുള്ള ന്യായീകരണം? മെയ് 4 മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ LDFും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് PMC എന്ന് പറഞ്ഞവർക്ക് അതിനുശേഷം PMCയെ അംഗീകരിക്കുമ്പോൾ അതേത് ഡീലിൻ്റെ ഭാഗമാണ്? അവർക്ക് തന്നെ സ്വയം ചാർത്തി കിട്ടുന്ന വിശേഷണം എന്താണ്? ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താനായിരുന്നു നേരത്തെ ശ്രമങ്ങളുണ്ടായത്. അതിലൊന്ന്, LDF സർക്കാർ PMCയുടെ ഭാഗമായുള്ള ഫണ്ട് കൈപ്പറ്റിയെന്നതായിരുന്നു ഉയർത്തിയ ഒരാരോപണം. അതോടൊപ്പം MOU ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. MOU ഒപ്പിട്ടാൽ പിന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനേ പറ്റില്ല. ഇതായിരുന്നു രണ്ടാമത് സമർത്ഥിക്കാൻ നോക്കിയ കാര്യം. ഇത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ നിയമസഭയിലും പുറത്തും തങ്ങളുടെ വാദം സമർത്ഥിക്കാനുള്ള വാദങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ കൃത്യമായത് പുറത്തു വന്നു. LDF സർക്കാർ MOU ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ആ MOU നയപരമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ LDF സർക്കാർ മരവിപ്പിച്ചിരുന്നു. മാത്രമല്ല, ആ മരവിപ്പിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. മാത്രമല്ല, അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേന്ദ്രത്തിൽ പോയി ബന്ധപ്പെട്ടവരെ കണ്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, PMC പദ്ധതി നടപ്പാക്കാൻ സ്വീകരിക്കേണ്ട തുടർ നടപടികളുണ്ട്. ആ തുടർ നടപടികളിൽ ഒന്നുപോലും സ്വീകരിച്ചിരുന്നില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ LDFന് സുവ്യക്തമായ നിലപാടായിരുന്നു ഇക്കാര്യത്തിലുണ്ടായിരുന്നത്. പദ്ധതിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ആദ്യം പറഞ്ഞു പരത്താൻ UDF ശ്രമിച്ചെങ്കിലും ആ വാദത്തിൽ, പ്രചരണത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന വിശദീകരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തവണയല്ല പലതവണയായി ഉണ്ടായി എന്നത് നമുക്കറിയാം. PMC ഫണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കേണ്ടിയും വന്നു. പിന്നീട് MOU ഒപ്പിട്ടത് കാരണം അതിൽ നിന്ന് പിന്മാറാനാവില്ല എന്നതിലാണ് UDF പിടിച്ചു നിന്നത്. അത് മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും
ഇല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന പ്രചരണം തീർത്തും വ്യാജ പ്രസ്താവനയായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി വി അബ്ദുൽ വഹാബ് പാർലമെൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിലൂടെ വ്യക്തമായത്. അതിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടം നൽകാതെയുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. പദ്ധതിയിൽ ചേരാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ എന്താണ് പ്രത്യാഘാതം? അതായിരുന്നു ചോദ്യം. ഒപ്പിടാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ PMC പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് ആ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് നിയമപരമായി പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല എന്നതാണ്. അപ്പോൾ വ്യക്തമായി കേന്ദ്ര സർക്കാർ ആ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാവ്യ അജണ്ടകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പുതിയ വിദ്യാഭ്യാസ പദ്ധതി, അതിൻ്റെ ഭാഗമായാണ് PMC കൊണ്ടുവന്നത്. അതാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് LDF സർക്കാർ നേരത്തെ മുതൽ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SSK ഫണ്ട് തടയുന്ന സാഹചര്യം വന്നപ്പോൾ MOU ഒപ്പിട്ട് എന്നത് ശരിയാണ്. പക്ഷേ PMC ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. PMC ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ PMC നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്കൂളുകളുടെ പട്ടിക നൽകാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. PMC പദ്ധതി പൂർണ്ണ അർത്ഥത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. മോഡൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ നൽകുന്ന ഫണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പാഠ്യപദ്ധതി ഒഴിവാക്കാൻ എങ്ങനെ കഴിയും? അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വിശദീകരിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കാരണം PMC പദ്ധതി നടപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചാൽ അതിൻ്റെ PMCയുടെ ഫണ്ട് വാങ്ങിയാൽ അതിൻ്റെ മറ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ ജനങ്ങളെ അതോടൊപ്പം തന്നെ UDFൻ്റെ അണികളെയും ഒരുപോലെ പറഞ്ഞു പറ്റിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്.
LDFിനെതിരെ വലിയ തോതിലുള്ള നുണപ്രചരണം, BJPയുമായി ഡീൽ എന്ന് പ്രചരിപ്പിച്ചവർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പ് പറയലാണ്. പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറക്കുന്ന PMശ്രീ പദ്ധതി LDF BJP ഡീലിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുകയാണ് എന്ന് സ്വന്തം അണികളെയും ജനങ്ങളിൽ ഒരു വിഭാഗത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർ, അത്തരം കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അധികാരത്തിലേറി ഉടനെ തന്നെ നയം മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സ്വന്തം അണികളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF ആകെയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് എന്തിനാണ് വാശി കാണിക്കുന്നത്? സംഘപരിവാറിന് കീഴടങ്ങി ജനങ്ങളെ ഒറ്റുകൊടുത്തതിന് കേരളത്തിന് ലഭിക്കുന്ന ബ്ലഡ് മണിയായി PMശ്രീ ഫണ്ടിനെ കാണുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇത് തീർത്തും വഞ്ചനാപരമായ നിലപാടാണ്. പക്ഷെ നാം കാണേണ്ടത് ഇത് ഒറ്റപ്പെട്ടതല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് അംഗീകരിച്ചതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റേതായ വഴിക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. കോൺഗ്രസ്സിന് PMശ്രീ പദ്ധതിയോട് വലിയ വിയോജിപ്പില്ല. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ PMശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ പങ്കാളിയായി കോൺഗ്രസ് മാറിയത്. കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ PMശ്രീ എതിർത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് PMശ്രീയോടുള്ള എതിർപ്പായിരുന്നില്ല. PMശ്രീയുടെ മേലെ LDFനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. ഞാൻ ആ ഭാഗം നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു, കൂടുതൽ ആവർത്തിക്കുന്നില്ല. LDFന് PMശ്രീയോട് യോജിപ്പുണ്ടായിരുന്നില്ല. SSK ഫണ്ട് തടഞ്ഞതിൻ്റെ ഭാഗമായി ആ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാൻ ഉള്ള ഒപ്പിടലാണ് നടന്നത്. MOU ഒപ്പിടലാണ് നടന്നത്. MOU ഒപ്പിട്ടപ്പോഴും ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ കേരളത്തിൽ മാത്രം ആ ഘട്ടത്തിൽ കോൺഗ്രസും UDFും PMശ്രീക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് BJP സർക്കാർ നടപ്പാക്കുന്ന കാവ്യവൽക്കരണ അജണ്ട അത് ശരിയായ രീതിയിൽ എതിർക്കാനുള്ള ആർജവം രാജ്യത്ത് ഒരിടത്തും കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ചിട്ടില്ല. അതാണ് നാം കാണേണ്ട കാര്യം. അതേ മാതൃക കേരളത്തിലും ആവർത്തിക്കപ്പെടും എന്ന ആശങ്കയാണ് ഇവിടെ നേരത്തെ മുതൽക്ക് ഉയർന്നത്. PMശ്രീയോടുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ ഈ ആശങ്ക പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ കാര്യം അറിയാലോ.
മഹാത്മാഗാന്ധിയുടെ വധം, മുഗൾ ചരിത്രം, ഇതൊന്നും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. വർഗീയ വിഭാഗീയ ചിന്തകൾ, വലിയ തോതിൽ അന്ധവിശ്വാസങ്ങൾ പാഠ്യപദ്ധതിയിൽ വൻതോതിലാണ് കുത്തിക്കയറ്റുന്നത്. ഇതിനെ നേർക്കുനേരെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? എവിടെയെങ്കിലും അങ്ങനെ എതിർക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ചുരുങ്ങിയ നാളുകളാണ് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടായത്. ഈ നാളുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ സംഘപരിവാറിന് മുന്നിൽ കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കണ്ട കാര്യങ്ങൾ ഒന്നും വിശദമാക്കുന്നില്ല. വന്ദേ മാതരത്തിൻ്റെ കാര്യം, സർവകലാശാലകളിൽ RSSകാരെ കുത്തിത്തിണക്കുന്ന പ്രശ്നം, വഖഫ് ബോർഡിൻ്റെ പ്രശ്നം, ഇതിൻ്റെ മറ്റൊരു പതിപ്പാണല്ലോ. അതിൻ്റെയും ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിച്ചോളാം എന്ന നിലപാടല്ലേ UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് പൂർണ്ണമായും വ്യക്തമാക്കുന്നത് RSS വിധേയത്വമാണ്. ഇത്തരത്തിലുള്ള എല്ലാ നിലപാടുകളെയും ന്യായീകരിക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറാവുന്നത്. മതനിരപേക്ഷതക്കും മതസ്വാതന്ത്ര്യത്തിനും ഭംഗം വരുത്തുന്ന പൊതുവായ നടപടികൾ, ഇത്തരം നിലപാടുകൾ, ഇതിനെതിരെ സമൂഹം, മതനിരപേക്ഷ ചിന്താഗതിക്കാരാകെ, അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾ ശബ്ദമുയർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംഘപരിവാർ വിധേയത്വത്തിൽ നിന്ന് പിന്തിരിയാൻ UDFും UDF സർക്കാരും തയ്യാറല്ല എന്നതാണ് അവർ സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കുന്നത്. ഇത് കൂടുതൽ ആശങ്കയുയർത്തുന്ന കാര്യമാണ്. കേരളത്തെ എങ്ങോട്ട് നയിക്കാനാണ് നീങ്ങുന്നത് എന്ന ചോദ്യമാണ് വലിയ തോതിൽ ഇവിടെ ഉയരുന്നത്. മറ്റൊരു പ്രശ്നം, ഈ അടുത്ത നാളുകളിൽ പുതിയ ESA കരട് വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ജൂലൈ 27-ന് കേരളത്തിലെ മലയോര ജനവിഭാഗങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ കരട് വിജ്ഞാപനം ഇറക്കിയത്. ഇക്കാര്യത്തിൽ LDF സർക്കാർ നേരത്തെ സ്വീകരിച്ച സുവ്യക്തമായ നിലപാടുണ്ട്. ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, അവയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് KML രേഖകൾ സഹിതം സംസ്ഥാനം സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ പഴയ വിജ്ഞാപനം വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. ഇതാണ് ജനങ്ങളിൽ കടുത്ത അരക്ഷിതാവസ്ഥയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുള്ളത്. കരട് വിജ്ഞാപനത്തിൽ സർക്കാരിൻ്റെ പ്രതികരണമൊന്നും വന്നതായി കണ്ടില്ല. സർക്കാരിൻ്റെ മൗനം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളെ ആകെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. LDF സർക്കാർ
സ്വീകരിച്ചൊരു നയമുണ്ട്. ഇതിൽ LDF UDF എന്ന വ്യത്യാസമുണ്ടാകേണ്ട കാര്യമില്ല. ഇത് നാടിൻ്റെ പൊതുവായ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ LDF സർക്കാർ നേരത്തെ സ്വീകരിച്ച നയം ഇപ്പോഴത്തെ UDF സർക്കാർ തുടരില്ലേ എന്ന ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2024 കരടിന് സമാനമായി 133 വില്ലേജുകളിലായി 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ESA പരിധിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ESA ബാധകമാകുന്ന വില്ലേജുകളുടെ എണ്ണം 98 കുറക്കാനും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉൾപ്പെടുന്ന 1300 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കാനുമായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു പഴയ സംഭവം ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഘട്ടം. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ആശങ്ക കേരളത്തിലാകെ ഉയർത്തിയതാണ്. അന്ന് ഹരിത MLA-മാർ എന്ന പേരിൽ ഒരു കൂട്ടർ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചയാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ESAയുടെ വ്യാപ്തി ഇനിയും കൂട്ടണം എന്നതായിരുന്നു അന്ന് ഹരിത MLA-മാരുടെ നിലപാട്. അതിനുശേഷം ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ജനവാസ മേഖലകളെ ഒഴിവാക്കാനൊരു ശ്രമമുണ്ടായി. ആ ഘട്ടത്തിൽ അതിനെയും ഇവർ, അതായത് ഹരിത MLA-മാർ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പല നിലപാടുകളിലും നമ്മുടെ സംസ്ഥാനത്തെ UDF സർക്കാർ മലക്കം മറിയുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ESA വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഗൗരവമായ പ്രശ്നം. ഇക്കാര്യത്തിൽ ആകാവുന്നത്ര വേഗതയിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകണം. അതിനനുസൃതമായ നടപടികളും ഉണ്ടാകണം. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ യഥാസമയം നടത്തിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഈ സംസ്ഥാനത്ത് അതിൻ്റെ വില നൽകേണ്ടി വരിക. ഈ ഒരു ഗൗരവത്തോടെ സർക്കാർ ഈ വിഷയത്തെ സമീപിക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഈ അടുത്ത നാളിൽ തന്നെ വന്നൊരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ തുടക്കം പഴയ മഹാപ്രളയത്തിൻ്റെ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ നാട് ഒരേ മനസ്സോടെ തോളോട് തോൾ ചേർന്ന് നിന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പക്ഷേ ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ UDF തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിൽ
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന സ്വീകരിക്കൽ, ആ സന്ദർഭത്തിൽ ആ സംഭാവന നൽകുന്നത് തടസ്സപ്പെടുത്താൻ ഉണ്ടായ ശ്രമം കേരളത്തിൽ ആരും മറന്നിട്ടുണ്ടാവില്ല. മാത്രമല്ല, സർക്കാർ ജീവനക്കാർ CMDRFിലേക്ക് സംഭാവന നൽകാൻ ഇറക്കിയ ഉത്തരവ് പരസ്യമായി കത്തിക്കുന്ന നില സ്വീകരിച്ചു. ഇതായിരുന്നു ആ കാലത്ത് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം. ആ സന്ദർഭത്തിലാണ് അന്നത്തെ പറവൂർ MLA സ്വന്തം മണ്ഡലത്തിൽ ഒരു പദ്ധതിക്ക് പ്രത്യേകമായി രൂപം നൽകുന്നത്. അതായിരുന്നു പുനർജനി. പറവൂർ മണ്ഡലത്തിൽ സർക്കാർ മറ്റെല്ലായിടവും നടപ്പാക്കുന്ന പോലെ തന്നെ പ്രാവർത്തികമാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയോ ജില്ലാ തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ആവശ്യപ്പെടുകയോ ചെയ്തില്ല. ഒരു നിയമാനുസൃത സംവിധാനത്തെയും വിശ്വാസത്തിലെടുക്കാതെയാണ് സ്വകാര്യമായി പുനർജനി പദ്ധതി ആരംഭിച്ചത്. ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സമാഹരിച്ചു എന്നതാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഒട്ടും സുതാര്യതയില്ലാതെ നടത്തിയ ഈ ഫണ്ട് സമാഹരണത്തിൽ പറവൂർ MLA സജീവമായി ഇടപെട്ടു. MLA നേരിട്ടോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റവന്യൂ വകുപ്പോ അറിയാതെ അമീർ മുഹമ്മദ് എന്നൊരാൾ നേതൃത്വം നൽകുന്ന മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് പണമിടപാടുകൾ നടത്തിയതായി തെളിഞ്ഞിരിക്കുന്നത്. മണപ്പാട് ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന പദ്ധതിയെ MLAയുടെ പുനർജനി പദ്ധതി എന്ന പേരിട്ട് വിളിക്കുകയാണ് ചെയ്തത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മണപ്പാട് ഫൗണ്ടേഷൻ അക്കൗണ്ടുകൾ വഴി വൻതുക സമാഹരിച്ചതായാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പണം സമാഹരിച്ചു കൊടുത്തത് പറവൂർ MLA ആയിരുന്ന VD സതീശനാണ് എന്ന പരാതിയാണ് ഉയർന്നത്. സമാഹരിച്ച പണം വിനിയോഗിച്ചതിനെക്കുറിച്ചും പരാതിയുണ്ട്. ലണ്ടനിലെ ബക്കിംഗ്ഹാമിൽ VD സതീശൻ ധനസമാഹരണത്തിനായി യോഗം വിളിച്ചുകൂട്ടി. അഭ്യർത്ഥന നടത്തുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് MLA സമാഹരിക്കുന്ന ഫണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ എത്തുന്നതും അവർ ചെലവഴിക്കുന്നതിൻ്റെയും അടിസ്ഥാനം എന്ത് എന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ സുതാര്യത ആവശ്യമില്ലെന്ന് VD സതീശൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പ്രളയ ദുരിതാശ്വാസത്തിന് വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്ര നിലപാട് കാരണം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെയാണ് കേരളം അന്ന് കടന്നുപോയത്. മാത്രമല്ല, പ്രവാസി മലയാളികളടക്കം വാഗ്ദാനം ചെയ്ത
പ്രളയ ദുരിതാശ്വാസ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് വിദേശത്ത് പോകാൻ ആ ഘട്ടത്തിൽ അനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് സ്വകാര്യ സന്ദർശനത്തിനായി ബഹുമാനപ്പെട്ട സതീശൻ ലണ്ടനിൽ പോയത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് സമാഹരിക്കുക എന്ന ഒരു ഉദ്ദേശം യാത്രക്കുള്ളതായി കേന്ദ്ര സർക്കാരിനെയോ സ്പീക്കറെയോ അറിയിച്ചിരുന്നുമില്ല. ഫണ്ട് പിരിവ് എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും സ്പീക്കറിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ലണ്ടനിലേക്ക് സതീശന് ക്ഷണപത്രം കൊടുത്തതും ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതും താമസ സൗകര്യം ഏർപ്പാടാക്കിയതും അമീർ അഹമ്മദാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. വിദേശത്ത് സ്വകാര്യ സന്ദർശനത്തിനിടയിൽ MLA പ്രളയത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചത് സംശയാസ്പദമായി തുടരുകയാണ്. ഇതെല്ലാം വസ്തുതാപരമാണെന്ന് വിജിലൻസ് പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തി. FCRA ലംഘനമുണ്ടെന്നും വിജിലൻസ് അഭിപ്രായപ്പെട്ടു. പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ ആരോപണങ്ങളും കുറ്റങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് 2025 സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയ വൈരനിര്യാതനത്തിനൊന്നും തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തി തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇത് ഗുരുതരമായൊരു കേസാണ്. അങ്ങനെയുള്ളൊരു കേസ് നിസ്സാരമായി തേച്ചുമായ്ച്ച് കളയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ കേസ് അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തരമന്ത്രി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേസ് അവസാനിക്കുന്നതിന് മുൻപ് പരാതിക്കാരന് ഒരു നോട്ടീസെങ്കിലും കൊടുത്തോ? മന്ത്രിസഭ തീരുമാനമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിച്ചത്? മണപ്പാട്ട് ഫൗണ്ടേഷന് ഫണ്ട് സ്വരൂപിക്കലാണോ MLAയുടെ ഔദ്യോഗിക ചുമതല? എന്തുകൊണ്ട് സർക്കാർ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് അസ്പൃശ്യത കൽപ്പിച്ചു? സുതാര്യമല്ലാതെ ഫണ്ട് കൈകാര്യം ചെയ്ത് ഗൗരവമല്ലേ? നിയമപരമായും ധാർമ്മികമായും ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? കേസ് പിൻവലിക്കുന്നതിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ താൽപ്പര്യം വ്യക്തമാണല്ലോ. ആഭ്യന്തരമന്ത്രിയാണ് കേസ് പിൻവലിക്കുന്നതുമായി മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാര്യമേ പറയാനുള്ളൂ: അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണം. നീതിന്യായ സംവിധാനങ്ങളുടെ പരിഗണനക്കാണ് ഇത്തരം കാര്യങ്ങൾ വിടേണ്ടത്. അവരാണ് കുറ്റാരോപിതരെ കുറ്റവിമുക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒന്നല്ല ഇത്. കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ഇടത്
സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ അന്വേഷണമാണല്ലോ. അന്ന് കൂടുതൽ വിവരങ്ങൾ വി ഡി സതീശൻ MLA-ക്കെതിരെ അന്നുണ്ടെങ്കിലും കണ്ടെത്തിയിരുന്നു. അതാണല്ലോ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. ആ കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു ധൃതി അതിൽ കാണിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ വെച്ചു. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. വിജിലൻസിന്റെ പരിശോധനയിലാണല്ലോ അതുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ആ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഉണ്ടായത്. ആദ്യം ഒരു CBI അന്വേഷണ ശുപാർശ വന്നു, പിന്നീട് അതിനകത്തൊരു ലീഗൽ ഒപ്പീനിയൻ തേടിയോ, പിന്നീട് ആ CBI അന്വേഷണത്തിന്റെ ആവശ്യം ഇല്ലാതെ അതിനകത്ത് ഫർദർ ആക്ഷൻ ഉണ്ടായിരുന്നു. അല്ല, വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണല്ലോ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നത്. ഞങ്ങളായിട്ട് പ്രത്യേക നിലപാടെടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഞങ്ങൾ നിലപാടെടുത്തത്. അല്ല, ഈ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ പണം ഉപയോഗിച്ചത്, ഏത് തരത്തിലാണ് ഈ പണം ഈ മണപ്പാട്ടുകാരുടെ കയ്യിലെത്തുന്നത്, അത്തരം കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതാണല്ലോ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടത്. ആ വ്യക്തത ഉണ്ടാവണം. 5 വർഷമെടുത്ത് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താത്ത ഒരു കേസിൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ കഴിയുക? അന്വേഷണം അവസാനിപ്പിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ളൊരു പരാതിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രി ഒരു ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതിലൊന്നുമില്ല എന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി ഉള്ള തീരുമാനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞ പോലെ കൂടുതൽ വിശദാംശത്തിന് വേണ്ടി അയച്ചിരുന്നു. അത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ വീണ്ടും റിപ്പോർട്ട് നൽകി. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ട് വിനിയോഗത്തിൽ VD സതീശൻ ഇടപെട്ടതായി ഇപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ളൊരു പരാതി ആ രീതിയിൽ അവസാനിപ്പിക്കുന്നത് ഔചിത്യപൂർണമായിട്ടുള്ളൊരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുക തന്നെ വേണം. ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം അതിലുണ്ടോ അത് നോക്കണം. അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നതായി ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM രാഷ്ട്രീയപരമായി കൂടി ഇതിന് കേസിൽ പോകും. പിന്നെ കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ പരാതിക്കാരന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനോ ഒക്കെ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. അല്ല, അന്നത്തെ കാര്യം ഇപ്പം ചെയ്യാൻ കഴിയില്ലല്ലോ. അന്ന് കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെയല്ലേ നിൽക്കാൻ പറ്റും. ഇന്നലെ ഈ നഗരസഭയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ അദ്ദേഹത്തിന് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവ് അതിന്റെ മറപിടിച്ചാണ് അവധി നൽകിയത്. മാത്രമല്ല തദ്ദേശ വകുപ്പിന്റെ ശുപാർശ അനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് ഈ ഉത്തരവ് ഇറക്കി കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അറിയിക്കാറുള്ളൂ. പക്ഷെ എന്നാൽ ഇത് സുഗതന് നഗരസഭയിൽ നിന്ന് അവധി നൽകാനുള്ള കപ്പാറ്റിസ്റ്റായ ഒരാൾക്ക് അവധി നൽകാനുള്ള ഒരു ഉപാധിയായിട്ട് മാറി. അത് കാര്യത്തിൽ പ്രതിപക്ഷം ശ്രദ്ധിച്ചോളാം. വളരെ വിചിത്രമായൊരു നിലപാടാണിത്. അതായത് ഒരു ആള് കാപ്പയുടെ ഭാഗമായി ജയിലിലാകുന്നു. കാപ്പ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് ഉപയോഗിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ഒരു ആളെ അദ്ദേഹത്തിന് ആവശ്യമായ ശുദ്ധീകരണ പ്രക്രിയ അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യകരമായൊരു കാര്യമാണിത്. ഇതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പയിൽ ഉൾപ്പെടുത്തി പോകുന്നത്. അത് പുറത്ത് ഇദ്ദേഹം നിൽക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത്. അത്രയും കാലം ഇദ്ദേഹം അകത്തിരിക്കട്ടെ എന്നുള്ള മട്ടിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് അങ്ങോട്ട് അറിയിക്കുകയാണ്. ഉപദേശ രൂപേണ അറിയിക്കുകയാണ്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഡീലിൻ്റെ മറ്റൊരു ഭാഗം വരുന്നത്. RSSും കോൺഗ്രസും RSSും UDFും
തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ അങ്ങ് ചോദിക്കുമ്പോൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതും ഒരു വിചിത്രമായ കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്യുന്നു, കിട്ടേണ്ട താമസം ആഭ്യന്തര വകുപ്പ് അതിന് ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്നു. അതെ, ഇത്തരത്തിൽ കൗൺസിൽ യോഗം ഈ പറയുന്ന കാര്യത്തിൽ വോട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അംഗത്വം സംരക്ഷിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം കൊടുക്കും. ആ ഉപദേശമാണ് ആഭ്യന്തര വകുപ്പിൽ കത്തായി പുറത്തിറങ്ങിയത്. അപ്പോൾ ഉദ്ദേശം വ്യക്തമാണല്ലോ. ഉദ്ദേശം വ്യക്തമാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കണം. ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ മനുഷ്യൻ പുറത്തു നിൽക്കാൻ പാടില്ല, സമൂഹത്തിനാകെ വലിയ ആപത്തുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് കൃത്യമായ ഡീല്. ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ മറ്റു മാനങ്ങളുമുണ്ട്. ആ മറ്റു മാനങ്ങൾ എല്ലാ തരത്തിലും RSSൻ്റെ BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ളതാണ്. അപ്പം അങ്ങേയറ്റം താല്പര്യം അവർക്കുള്ളൊരു കേസിൽ അതിൻ്റെ ഭാഗമായി മാറാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ചിലരെല്ലാം പറയുന്നുണ്ടല്ലോ ഇവിടെ BJPയുടെ ഭരണമാണോ നടക്കുന്നത് സംശയമുണ്ട്. അപ്പോൾ അത് സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് 3 MLA-മാരേ ഉള്ളുവെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. അല്ല, UDF എന്ന് പറഞ്ഞാൽ ലീഗല്ലേ അതിൽ പ്രധാനം. കോൺഗ്രസും ലീഗും കൂടിയുള്ളതല്ലേ UDF. ഇപ്പോൾ UDF-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലീഗ് ഇങ്ങനെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിലേറിയതിന് ശേഷം പൂർണ്ണമായ സംഘപരിവാർ പാദസേവ എന്ന തരത്തിലേക്ക് അധപ്പതിക്കുകയാണ്. ഈ PM ശ്രീയിൽ SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് LDF സർക്കാർ ഒപ്പിട്ടത് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതേ അവസ്ഥ ഇന്നിപ്പോൾ UDF സർക്കാരിന്റെ മുന്നിലുമില്ലേ? അവർക്കും ഫണ്ട് കിട്ടേണ്ടതില്ലേ? കേന്ദ്ര ഫണ്ട് കിട്ടേണ്ടതില്ലേ? അപ്പോൾ സ്വാഭാവികമായും പിന്മാറ്റം എന്ന് പറയുമ്പോൾ പിന്മാറിയാൽ ഫണ്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വന്ന മറുപടിയിലും വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ അടഞ്ഞാൽ അല്ലെങ്കിൽ പിന്മാറിയാൽ കേരളത്തിന് കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് LDF സർക്കാരിന്റെ പോലെ തന്നെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരില്ലേ? വളരെ കഷ്ടമായി പോയി കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ടും കർക്കിടക മാസമാണല്ലോ ഇത്. രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമനും സീതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി ഈ ചോദ്യം. ഇത്രയും സമയം ഞാനിത് എന്തിനാണ് പറഞ്ഞത് എന്നത് വല്ലാത്ത വിഷമത്തോടെ ഞാൻ ആലോചിക്കുകയാണ്. അത്രയും മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ വരുന്നു എന്ന് പറയുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരികയാണല്ലോ. നിങ്ങളെ ചോദ്യത്തിനുള്ള ആദ്യത്തെ കമൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് UDF പ്രചരിപ്പിച്ചു വന്ന കാര്യം ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ LDF-കാർ ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞു. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. എന്താ അബ്ദുൽ വഹാബിൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്? പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. സ്കൂളുകളുടെ ലിസ്റ്റ് നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. UDF ഇവിടെ എന്താ ആലോചിക്കുന്നത്? മോഡൽ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകാനാണ്. ഇവിടെ LDF ഒപ്പിട്ട MOUയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിലും അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒരു തവണയല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിരവധി തവണ അത് പറഞ്ഞു. അത് LDF-ൻ്റെ ആത്മാർത്ഥയാണ് വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങളില്ല. SSK ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് ശരിയാണ്. ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു ഈ MOU ആയിട്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് മരവിപ്പിച്ചു. അതറിയിച്ചു. അവിടെ കിടക്കുകയാണത്.
ആ കിടക്കുന്നിടയ്ക്ക് എന്തിനാണ് നിങ്ങൾ പിന്നെ വീണ്ടും പുനർജീവിപ്പിക്കാൻ നോക്കുന്നത്? ഇവിടെ UDF ആലോചിച്ചത് എന്താണ്? LDFനെ കുറ്റം പറഞ്ഞുകൊണ്ട് PMC പദ്ധതി നടപ്പാക്കാനുള്ള വഴികളാണ് തേടിയത്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ കാര്യം വസ്തുതയായിരുന്നോ? വസ്തുതയല്ലാന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ LDFന്റെ മേക്കിട്ടുകൊണ്ട് LDFനെ കുറ്റം ചാരിക്കൊണ്ട് PMC പദ്ധതി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നുള്ളതാണ്, കാവ്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളതാണ്. ആ നയം എങ്ങനെയാണ് അതേവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കാൻ പറ്റുന്നത്? അപ്പോൾ UDF പറയേണ്ടിയിരുന്നത് എന്താണ്? ഇവർ തെറ്റ് ചെയ്തു, അതേവരെ പറഞ്ഞ അങ്ങനെയാണല്ലോ. LDFകാർ ഇവരുമായിട്ട് ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്, ഞങ്ങളതിനില്ല, ഞങ്ങൾ PMC നടപ്പാക്കാനേ ഇല്ല എന്ന ധീരമായ നിലപാടെടുക്കണ്ടേ? അതാണോ എടുത്തത്? ഇതിൻ്റെ മറവിൽ PMC പദ്ധതി നടപ്പാക്കാനല്ലേ പുറപ്പെട്ടത്? അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യം നമ്മൾ കാണേണ്ടത്. ഇതിൽ നിന്ന് പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല. പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്മാറിയതാണ്. തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫണ്ട് നൽകില്ല. ഫണ്ട് നൽകലാണ് PMC പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടി. അപ്പോൾ PMC പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഇവിടെ പ്രശ്നം. SSK ഫണ്ട് വാങ്ങുന്നതിലൊരു പ്രശ്നമില്ല, അതെല്ലാ കാലവും വാങ്ങുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രശ്നം നമ്മളിവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. PMC പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന അജണ്ടയാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. രതീഷ് കാളിയാടൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായോ? എന്താണ് നിങ്ങൾ വീണെടുക്കിയത് ഇങ്ങനെ വീണ്ടാൻ? എന്താ ചെയ്യുക? കാര്യങ്ങളൊന്ന് കാണും, ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ദേശാഭിമാനിയിൽ ലേഖനം എഴുതി, ഈ PMC എന്ന പദ്ധതി നമ്മുടെ വിദ്യാർത്ഥിയുടെ അവകാശമാണ്, അത് ഒപ്പിട്ടില്ലെങ്കിൽ അവകാശമാണ് ഞങ്ങൾ നിഷേധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PMC എന്ന പദ്ധതിയെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയല്ലോ. ഇപ്പൊ ശിവൻകുട്ടി എല്ലാ ദിവസവും അതിനെപ്പറ്റി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കുന്നില്ല എന്നാണല്ലോ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. ആ നിലപാട് തുറന്നു വരികയല്ലേ? എന്തിന് എന്തിനാണ് UDF നടപ്പാക്കുന്നുള്ളതല്ലേ പ്രശ്നം? കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല, PMC ഫണ്ടിന്റെ ഭാഗമാണ്. PMC ഫണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. PMC ഫണ്ട് വാങ്ങാൻ തയ്യാറില്ല, അതാണ് കേരളം സ്വീകരിച്ച നിലപാട്. അല്ല, നിങ്ങളെ വ്യാഖ്യാനാണത്. ഞാൻ PMC ഫണ്ട് സ്വീകരിക്കുന്നല്ല പറഞ്ഞത്, PMCയിൽ തുടർന്നല്ല പറഞ്ഞത്. PMCയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ മനസ്സിലാകായ്മ തുടരുകയാണ്. ബാക്കി പിന്നെ എടുക്കാം നമുക്ക്. PMCയിൽ ഒപ്പിട്ടാലും അല്ലെങ്കിൽ അത് ആ പദ്ധതി നടപ്പാക്കിയാലും കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ PMC പദ്ധതി കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കാതെ ആ ഫണ്ടും അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല തീരുമാനമായി കണ്ടുകൂടെ? 2024 ഈ വിദഗ്ധ സമിതിയെ, അതായത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ 4 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ 2025 ഒപ്പുവെക്കുന്നതിൽ പിന്മാറിയിരുന്നാൽ പോലെയാണോ? ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയല്ലോ, ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. നിങ്ങളിപ്പോൾ വല്ലാതെ സംരക്ഷിക്കാൻ നോക്കുന്ന UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇല്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പോയി നോക്ക് ഏത് പാഠപുസ്തകമാണെന്ന്. അപ്പോൾ ആ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്, അത് മറക്കരുത്. അതേ കാണാൻ ഇല്ല, പറയാറായിട്ടില്ല. പ്രതിസന്ധി ദിനംപ്രതി രൂക്ഷമായി
രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 6000-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് KSRTC നിലനിൽക്കുന്നത്. അത് ആ പ്രശ്നമൊക്കെ ഗവൺമെന്റ് പരിഹരിച്ചോളും, ഗവൺമെന്റ് നോക്കിക്കോളൂ അത് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളമാകെ പരീക്ഷാ ക്രമക്കേടാണല്ലോ വലിയ ചർച്ച. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ സമരമൊക്കെ നടത്തും. കേരളത്തിൽ സമീപകാലത്ത് ഒരു വലിയ പരീക്ഷാ ക്രമക്കേട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. PSCയിലെ ഒരു മൂല്യനിർണ്ണയത്തിൽ വലിയ അട്ടിമറി നടക്കുകയും ഒരാൾക്ക് അങ്ങനെ 1ാം റാങ്ക് കൊടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയത് കണ്ടില്ല. അല്ല, അതിൽ PSC തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി അവർ അന്വേഷണം നടത്തി അതിൻ്റെ തുടർ നടപടികളും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അത് വേറൊരു അജണ്ടയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ നിയമനം നടക്കുന്നത് PSC മുഖേനയാണ്. ആ PSCയുടെ കാര്യക്ഷമത അത് തകർക്കാനാകുമോ എന്നൊരു നോട്ടം നേരത്തെ തന്നെ ചിലർക്കുണ്ടായിരുന്നു. അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. നിയമനം ഇതേപോലെ നടക്കേണ്ടതില്ല. നിയമനത്തിന് തടസ്സങ്ങൾ വരണം, അതിന് PSCയെ ദുർബലപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടോ? ആ അജണ്ടയുടെ ഭാഗമാണോ? അത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ നയം അതിനുള്ളതാണ് നമ്മൾ കാണണം.